ഞാനിപ്പോൾ സിവിൽ സ്റ്റേഷൻ വാർഡ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കനാലിൻ്റെ അരികിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കവാടങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മെയിൻ്റെനൻസ് വർക്ക് നടത്താത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പടികളൊക്കെ ഇറങ്ങി ചെന്നെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കനാലിൻ്റെ അരികിലേക്കാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മാണം നടത്തിയിട്ടുള്ള കനാലുകളിൽ ഒന്നാണിത്. ഈ ഒരു ശില്പത്തിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അരങ്ങ് എന്നാണ്. അജയൻ വി കാട്ടുങ്ങൽ എന്നാണ് ഇത് ചെയ്ത ആർട്ടിസ്റ്റിന്റെ പേര്. കോൺക്രീറ്റിൽ ചെയ്ത ഈ ഒരു ശില്പം ഇവിടെ സ്ഥാപിച്ചത് 2015-ലാണ്. മലഞ്ചരക്കുകളും മറ്റും വേമ്പനാട്ട് കായൽ വഴി സുഗമമായ കടൽപ്പാലം വരെ എത്തിക്കാനായി മനുഷ്യനിർമ്മിതമായി 2 കനാലുകൾ നഗരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒന്ന് വാടക്കനാലും മറ്റൊന്ന് കൊമേഴ്ഷ്യൽ കനാലും. ഇവിടെ നിന്നും എൻ്റെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യ ലൈറ്റ് ഹൗസായ ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിലേക്ക് എത്താം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ട്രെയിൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്ന ഈ നഗരം. ഒരുപാട് പ്രാവുകളും മറ്റുമെല്ലാം പറന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ പ്രവേശന കവാടം. ഇത് കൂടാതെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ എൻട്രി ഫീസും എൻട്രി ടൈമും ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രവേശന കവാടത്തിലൂടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 10 രൂപയും കൂടി കൂടുതൽ കൊടുക്കണം. നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു ലിജിത്ത് ആർട്ട് വോയേജ്. ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ്. വളരെയധികം പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണിത്. 1862-ലാണ് ഇത് നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഈ ഒരു ലൈറ്റ് ഹൗസും കോമ്പൗണ്ടും വളരെ വൃത്തിയോടെയാണ് പരിപാലിക്കുന്നത്. നമുക്ക് ഇതിന് ഉള്ളിൽ കയറിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാഴ്ചയാണിത്. അധികം ഒന്നും കാണാത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിത്. പുറത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്ക് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു മ്യൂസിയം കൂടിയുണ്ട്. ആ ഒരു മ്യൂസിയം നമുക്കിത് കയറിയതിന് ശേഷം നമുക്കിത് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഇവിടെ പോകുമ്പോൾ പാദരക്ഷകൾ ഇവിടെ വരെ മാത്രം എന്നുള്ള ഒരു ബോർഡ് തന്നെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ചെരുപ്പുകൾ പുറത്ത് വെച്ചിട്ട് മാത്രം നമ്മൾ ഇതിനുള്ളിലോട്ട് കയറുക. അപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റെയർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെയർ കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ നിൽക്കുന്നത്. സിലിണ്ടർ ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വിളക്കുമാടത്തിൻ്റെ ഉയരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മീറ്ററാണ്. കൂടാതെ ഈ ലൈറ്റ് എത്തുന്ന റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24.5 മൈൽ ദൂരം വരെ, അതായത് 39.5 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കും. 15 സെക്കൻഡിൽ 2 പ്രാവശ്യം വെച്ച് വെള്ളപ്രകാശം തെളിയുന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ 2 വിളക്കുമാടങ്ങളാണുള്ളത്. ആലപ്പുഴ നഗരമധ്യത്തിലുള്ള ഈ ഒരു വിളക്കുമാടവും കൂടാതെ മനക്കോട്ടൻ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അന്ധകാരനഴിക്ക് സമീപത്താണ്. നമ്മൾ നടന്ന് ഓരോ സ്റ്റെയറിലെത്തുമ്പോഴും നമുക്ക് 2 വിൻഡോകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ നമുക്ക് ആ വിൻഡോകളിലൂടെ പുറം കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കയറി കയറി സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെയർ കേസിലെത്തുമ്പോൾ മരം കൊണ്ടുള്ള ഗോവണിപ്പടികൾക്ക് അവസാനമായി. പിന്നീട് അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഷേപ്പിലുള്ള ഒരു 10 സ്റ്റെപ്പുള്ള ഒരു ലാഡറാണ്. അതൊരു വെർട്ടിക്കൽ ഷേപ്പിലാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കയറണം. ഈ 10 പടികൾ കയറി ചെന്നെത്തുന്നത് നമ്മളിതിൻ്റെ ടോപ്പിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് ചെക്കിങ്ങിനായിട്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. നമ്മുടെ റീന ചേച്ചിയാണ് ഇവിടെ ടിക്കറ്റ് ചെക്കിങ്ങിന് ഇരിക്കുന്നത്. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക് എടുത്തിട്ട് ഈ ടൂറിസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു ഹായ് പറയാം. ഹായ്. എത്ര കാലമായി ചേച്ചി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ
8 മാസം കഴിഞ്ഞ്. ഈ വെയിലൊക്കെ വരുമ്പോൾ എങ്ങനെ? ഉച്ചക്കലത്തെ ചൂട് ഭയങ്കര ചൂടാണ്. റീന ചേച്ചിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഇതിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ടോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലൂടെ വരുമ്പോൾ നമുക്ക് ചൂടും അത്യാവശ്യം പുഴുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, നമുക്ക് ഇതിന്റെ ടോപ്പിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. നല്ല കാറ്റും നല്ല സമാധാനമൊക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ളത്. നേരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചും കൂടാതെ ബൈപ്പാസ് റോഡുമാണ് നമുക്കിപ്പോൾ നേരെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. താഴേക്ക് നോക്കിയ ട്രെയിൻ കടന്നു പോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആലപ്പുഴയിലെ നഗരമധ്യത്തെ ഏറ്റവും അധികം അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഈ ലൈറ്റ് ഹൗസ്. ദൂരെ നമുക്ക് കടൽപ്പാലം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ധാരാളം വാഹനങ്ങൾ ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുന്നതും നിരവധി ബിൽഡിങ്ങുകളും എല്ലാം തന്നെ നമുക്ക് ആലപ്പുഴയുടെ ഹരിത ഭംഗി അടക്കം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് ലൈറ്റ് ഹൗസ്. താഴെ ആ കാണുന്ന സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാ കേശവദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്വിമ്മിംഗ് പൂളാണ്. തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആലപ്പുഴ. തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു വിഴിഞ്ഞം, കൊല്ലം, പുറക്കാട്. പുറക്കാട് തുറമുഖം ക്ഷയിച്ചപ്പോൾ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു അത്രേ ആലപ്പുഴ തുറമുഖം. 1792 ഈ തുറമുഖം വിദേശ വ്യാപാരികൾക്കായി തുറന്നുകൊടുത്തത്. ആലപ്പുഴയിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടുത്തെ ഈ ഒരു ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ബോട്ടിങ്ങും മറ്റുള്ളതുമാണ്. പരമാവധി നിങ്ങൾ ആലപ്പുഴയിലേക്ക് വരിക, ഇവിടെ വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ കാണുക. ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ടൂറിസം ബീച്ച്, അതുപോലെ തന്നെ കയർ സൊസൈറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഇവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ആലപ്പുഴയിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ലൈറ്റ് ഹൗസ്. 150 വർഷം മുന്നേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണിത്. 18ാം നൂറ്റാണ്ടിൽ ഒരു വിളക്കുമരം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതായി കരുതപ്പെടുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ രണ്ടാമൻ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഇപ്പോഴുള്ള വിളക്കുമാടം നിർമ്മിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയത്. 1860 ഏപ്രിൽ 26 കല്ലിടൽ കർമ്മം ചെയ്തത് മിസിസ് ക്രഫോർഡ് എന്ന സ്ത്രീയായിരുന്നു. 1861 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് വിളക്കുമാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദീപം മെസ്സേഴ്സ് ചാൻസ് ബ്രദേഴ്സ് ഓഫ് ബെർമികം നിർമ്മിച്ചതായിരുന്നു അത്. 1862 മാർച്ച് 28 കമ്മീഷൻ ചെയ്തു. ഈ ഒരു ലൈറ്റ് ഹൗസിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ആലപ്പുഴ ലൈറ്റ് ഹൗസിനുള്ളിലെ ഒരു ബോർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസിന് മുകളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ യാത്ര അടുത്ത മ്യൂസിയത്തിലേക്കാണ്. വളരെ കൃത്യമായി പരിപാലിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ആലപ്പുഴ ലൈറ്റ് ഹൗസും അതിൻ്റെ കോമ്പൗണ്ടും. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. 1862 മുതൽ 1958 വരെ 9 വെളിച്ചെണ്ണ തിരുവിളക്കുകളാൽ പ്രകാശിച്ചിരുന്ന ഈ ഉപകരണമാണ് ആലപ്പുഴയിൽ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കറങ്ങുന്ന ഒപ്റ്റിക് ആയിരുന്നു ഇത്. തിരുവിതാംകൂറിലെ കൊമേഴ്ഷ്യൽ ഏജന്റായിരുന്ന മിസ്റ്റർ ഹ്യൂ കഫോർഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു വിളക്കുമാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു വിളക്കുമാടം കാണാനായിട്ട് ഇന്നും ധാരാളം പേർ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ ലൈറ്റ് ഹൗസുകളിൽ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളും മറ്റു ബൾബുകളുമെല്ലാം ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് ആലപ്പുഴയിലെ ഈ ഒരു മ്യൂസിയത്തിൽ. ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെയും മഹാബലിപുരം ലൈറ്റ് ഹൗസിൻ്റെയും പിക്ചേഴ്സ് ഒരു സ്റ്റാമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു പിക്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ദൂരദർശിനിയാണ് ഈ ഒരു ഗ്ലാസിനുള്ളിൽ ഇരിക്കുന്നത്. ഹോറിസോണ്ടൽ എക്സ്പാൻഷൻ ടൈപ്പിലുള്ള ഒരു സൺവാൾവാണിത്. ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പെട്രോളിയം വേപ്പർ ബർണറാണ് നിങ്ങൾ ഈ കാണുന്നത്. നിരവധി ടൈപ്പിലുള്ള ബർണറുകളും അതുപോലെ തന്നെ വേപ്പറൈസേഴ്സുമാണ് നിങ്ങൾ ഈ ഒരു ഗ്ലാസിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1962 മുതൽ 98 വരെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ലാമ്പ് ചാർജറാണിത്. കൂടാതെ അഴീക്കോട് ഉപയോഗിച്ചിരുന്ന കണ്ടിന്യൂസ് റണ്ണിങ് ഒപ്റ്റിക് റിവോൾവിംഗ് മോട്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. ആലപ്പുഴ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു ചിത്രം തന്നെ ഈ ചുമരിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതിന്റെ പേര് ഡ്രം ഒപ്റ്റിക് എന്നാണ്. ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പോസ്റ്റൽ വെയിറ്റിംഗ് ബാലൻസ് ആണിത്. അന്നത്തെ കാലത്ത് എല്ലാ വിവരങ്ങളും കൈമാറിയിരുന്നത് പോസ്റ്റൽ വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഇത്. അലാഡിൻ ലാമ്പാണ് ഈ കാണുന്നത്. ലക്ഷദ്വീപിലെ കവരത്തി ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പെഡസ്റ്റൽ റൊട്ടേറ്റിംഗ് ബീക്കൺ ആണിത്. കൂടാതെ ഈ കാണുന്നത് പെട്രോളിയം വേപ്പർ ബർണറാണ്. ഇങ്ങനെ നിരവധി പുരാതനമായിട്ടുള്ള ഉപകരണങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മ്യൂസിയം ശ്രദ്ധയാകർഷിക്കുന്നത്. ആദ്യകാല ദീപസ്തംഭം കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീടാണ് ഈ പെട്രോളിയം വേപ്പർ ദീപങ്ങളും അസറ്റിലിൻ ഗ്യാസ് വിളക്കുകളും ഇലക്ട്രിക്കൽ ആർക്ക് വിളക്കുകളും എന്തിനു പറയുന്നു ഈ പറയുന്ന LED ദീപങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ ഒരു കാലത്ത് ഇതെല്ലാം നേരിട്ട് കാണുന്നത് ഒരു അനുഭൂതി തന്നെയാണ് തരുന്നത്. അങ്ങനെ ആലപ്പുഴ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളോടും മറ്റും ബായ് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ഇനി പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ബീച്ചിനടുത്ത് ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ കടലിനടുത്തേക്കാണ് നടക്കുന്നത്. ഇവിടെ വിശാലമായിട്ടുള്ള ഒരു കടൽ തീരം തന്നെയാണ്. കേരളത്തിലെ പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴ. 1762 അന്നത്തെ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ കാലത്ത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് ആയിരുന്നു ആലപ്പുഴ തുറമുഖവും നഗരവും നിർമ്മിച്ച് പ്രമുഖ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയത്. 1762 ശാന്തവും അടിയൊഴുക്കും കുറഞ്ഞ പ്രദേശത്ത് കടൽപ്പാല നിർമ്മാണം ദിവാൻ ആരംഭിച്ചു. 773 അടി നീളമുള്ള തടി കൊണ്ടുള്ള കടൽപ്പാലമാണ് നിർമ്മിച്ചെടുത്തത്. 1786 ആദ്യ കപ്പൽ ആലപ്പുഴ തുറമുഖത്തെടുത്തത്. കുരുമുളക്, കൊപ്ര, കയർ എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്നത്.
1862 കടൽപ്പാലം പുതുക്കി പണിതു. തിരുവിതാംകൂറിലെ കൊമേഴ്സ്യൽ ഏജന്റായിരുന്ന മിസ്റ്റർ ഹ്യൂ കഫോർഡ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് പണി കഴിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ആലപ്പുഴ ബീച്ച് എത്തുന്നതിന്റെ മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് പ്രതീക്. ഹൗ ആർ യു? അപ്പോൾ ഉത്തർപ്രദേശിലാണ് പ്രതീകിന്റെ വീട്. ഞങ്ങളിങ്ങനെ ഈ ഒരു ലൈറ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒരു ഫ്രണ്ടായി കിട്ടിയാണ്. ഓക്കെ, നൈസ്, താങ്ക് യു, നൈസ് ടു മീറ്റ് യു. കാറ്റും കൊണ്ട് സൂര്യാസ്തമയം ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചൂണ്ടലിട്ട് മീൻ പിടിക്കാനായിട്ട് നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു ചേട്ടൻ നിരവധി മീനുകൾ കുറച്ച് നേരം കൊണ്ട് പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ പൂളാൻ പറയുക. ആ നാട്ടിൽ എന്താണ് പറയാമെന്നറിയില്ല. അറിയുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. 1909 പാലം 1000 അടിയായി നീട്ടി പണിതത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ബീച്ച് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തകർന്നു കിടന്നിട്ടുള്ള ഈ ഒരു ബ്രിഡ്ജിന്റെ അടുത്താണ് കൂടുതലായിട്ടും ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു കൾച്ചറാണ്, കേരളത്തിലെ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ കൾച്ചറാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണിക്കുന്നത്. അത് തന്നെയാണ് ഈ ആലപ്പുഴ ബീച്ചിനുള്ള ഒരു പ്രത്യേകത. ചരക്ക് നീക്കത്തിനായി ഇവിടെ റെയിലുകളും ഗോഡൌണുകളും ഒക്കെ നിർമ്മിച്ചിരുന്നു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നാണ് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത്. കൂടാതെ 2500-ലധികം ആളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊച്ചി തുറമുഖം വളരാൻ തുടങ്ങിയതോടുകൂടിയാണ് ആലപ്പുഴ തുറമുഖം ക്ഷയിച്ചു തുടങ്ങിയത്. ഗോവ ഷിപ്പ്യാർഡിൽ ഇസ്രായേലിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച 25 മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇൻഫാക്ട് 81. 1999 ജൂൺ 5 ഗോവയിലാണ് ഇൻഫാക്ട് 81 കമ്മീഷൻ ചെയ്തത്. തീരക്കടലിൽ സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷനുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഇൻഫാക്ട് 81 നിയോഗിക്കപ്പെട്ടിരുന്നു. ജനുവരി 28, 2020 മുംബൈയിൽ വെച്ചാണ് ഇൻഫാക്ട് 81 ഡീകമ്മീഷൻ ചെയ്തത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ന് ആലപ്പുഴ തീരത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ ഈ ഒരു സന്ധ്യാസമയത്തോടുകൂടി നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നിങ്ങളുടെ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.